മേഡത്തിൻ്റെ കണ്ണിന്ന് വെള്ളം വരുമ്പോൾ അല്ലെങ്കിൽ കണ്ണുനീര് വരുമ്പോൾ നമുക്കും ഒക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാം കേട്ടോ. നമുക്ക് ഇപ്പം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടായി എന്ന് വരില്ല. ഏതൊരു വ്യക്തിയെ എടുത്താലും അവർക്ക് അവരുടേതായ പോരായ്മകളും നല്ല വശങ്ങളും ഉണ്ടാവും. അപ്പം ഞാനിവിടെ വന്നപ്പോൾ 2-3 കുട്ടികളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇവിടുത്തെ കായിക അധ്യാപകനായിട്ടുള്ള സാറ് തന്നെ പറഞ്ഞു, നമ്മളുടെ ഇവിടെ കായിക രംഗത്ത് സ്റ്റേറ്റിൽ ഫസ്റ്റ് വന്ന കുട്ടികളെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികൾക്കെന്നല്ല ഇവിടുത്തെ ടീച്ചേഴ്സിനാണെങ്കിലും ഇവിടെയുള്ള ഓരോരുത്തർക്കും അല്ലേ, നമുക്ക് ഓരോ കഴിവുകളുണ്ട്. അതിനകത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഞാൻ, എൻ്റെ അച്ഛൻ കൂലിപ്പണി എടുത്തിട്ടാണ് എന്നെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ലോക ചാമ്പ്യൻ ഇല്ലെങ്കിൽ രാജ്യം ആദരിക്കുന്ന ധ്യാൻചന്ദ് അവാർഡ് ജേതാവാകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും അല്ലേ, ഏതൊരു രീതിയിലാണെങ്കിലും അവരുടെ കഴിവ്, അവരുടെ പ്രകടനം. പക്ഷേ ഒരു കാര്യം മാത്രം, നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേരൻസ് ഇല്ലെങ്കിൽ ഇവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രാജ്യത്തിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മാതൃകയായി വളരണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ സംസാരിക്കുന്ന കുട്ടികളെ കാണാൻ വരും എന്നുള്ള ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം, ഈ ലോക പരിസ്ഥിതി ദിനം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒരു തൈ നടണം നമ്മൾ അല്ലേ, ഒരു തൈ നടുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ വരും തലമുറകൾക്ക് ഒരു പ്രചോദനമാണ് എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.